മലയാള സിനിമയിലെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രേം നസീർ ഷീല ജോഡികൾ. ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ ജോഡികളായി അഭിനയിച്ച റെക്കോർഡ് പ്രേം നസീറിനും ഷീലയ്ക്കും സ്വന്തം. പക്ഷേ ഇരു ജോഡികളും വേർപിരിഞ്ഞു. ഷീലയ്ക്ക് പ്രേം നസീറിനോടുള്ള പ്രണയവും പ്രേം നസീർ അതിനോട് കാണിച്ച നിരാസവും ഒക്കെയാണ് വേർപിരിയലിന് കാരണമായി മാറിയത്. പ്രേം നസീറുമായി പിരിഞ്ഞ ശേഷം മധുവിൻ്റെയും സോമൻ്റെയും സുകുമാരൻ്റെയും ഒക്കെ നായികയായി ഷീല. പ്രേം നസീറാകട്ടെ ജയഭാരതിയെയും വിജയശ്രീയെയും തൻ്റെ നായികമാരാക്കി ഷീലയ്ക്ക് പകരം. അതിനുശേഷം ഷീല പ്രേം നസീറിനോട് വൈരാഗ്യപൂർവമായാണ് പെരുമാറിയിരുന്നത്. പ്രേം നസീർ അന്ന് കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂപ്രതാര സൂര്യനാണ്. കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂപ്രതാര സൂര്യനെ തറപറ്റിക്കാൻ അല്ലെങ്കിൽ അണയ്ക്കാൻ ഷീല രംഗത്തിറക്കിയത് കലൈഞ്ചർ തിലകത്തെയാണ്. കലൈഞ്ചർ തിലകം രവിചന്ദ്രനെ. ഷീലയും രവിചന്ദ്രനും തമ്മിൽ പ്രണയത്തിലായി. അവർ വിവാഹിതരായി. രവിചന്ദ്ര അക്കാലത്ത് കലൈഞ്ചർ തിലകം, പുരട്ചി കലൈഞ്ചർ എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. നേരെ രവിചന്ദ്രനെ മലയാള സിനിമയിൽ ഇറക്കി ഷീല. വിമോചന സമരമാണ് രവിചന്ദ്രൻ്റെ ആദ്യത്തെ മലയാള സിനിമ. പടം 8 നിലയിൽ പൊട്ടി. മൃഗമാണ് രണ്ടാമത്തെ സിനിമ. അത് ആവറേജ് വിജയം നേടി. മൂന്നാമത്തെ സിനിമ ആരോമലുണ്ണിയാണ്. ആരോമലുണ്ണിയിൽ കണ്ണപ്പനുണ്ണിയായാണ് രവിചന്ദ്രൻ അഭിനയിച്ചത്. ആരോമലുണ്ണിയായി പ്രേം നസീറും കണ്ണപ്പനുണ്ണിയായി രവിചന്ദ്രനും. പടം സൂപ്പർ ഹിറ്റ്. പക്ഷേ പ്രേം നസീറിൻ്റെ ഏഴകലത്ത് നിൽക്കാൻ തമിഴരുടെ കലൈഞ്ചർ തിലകത്തിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തമിഴരുടെ പുരട്ചി കലൈഞ്ചർക്ക് കഴിഞ്ഞില്ല. വീണ്ടും രവിചന്ദ്രനെ ഇറക്കി ഷീല ഓമന എന്ന ചിത്രത്തിലൂടെ. അതും രക്ഷപ്പെട്ടില്ല. ശക്തി എന്ന ജയൻ ചിത്രത്തിലും രവിചന്ദ്രനെ പരീക്ഷിച്ചു നോക്കി. അതും രക്ഷപ്പെട്ടില്ല. പിന്നീട് ഷീല തന്നെ കഥ എഴുതി സംവിധാനം ചെയ്തു രവിചന്ദ്രന് വേണ്ടി ഒരു ചിത്രം, ശിഖരങ്ങൾ. 8 നിലയിൽ പൊട്ടി. ഇതോടെ രവിചന്ദ്രന് ഒരു കാര്യം ബോധ്യമായി. തനിക്ക് മലയാള സിനിമയിൽ ഒരിടം കിട്ടണമെങ്കിൽ പ്രേം നസീർ മാറി നിൽക്കണം. രവിചന്ദ്രൻ തിരികെ തമിഴ് സിനിമയിലേക്ക് പോയി. തമിഴ് സിനിമയുടെ ഒരു അധ്യായം തന്നെയായിരുന്നു രവിചന്ദ്രൻ. MGRും ശിവാജി ഗണേശനും ജമിനി ഗണേശനും ജെയിംസ് ബോണ്ട് ജയശങ്കറും ഒക്കെ കത്തുനിന്ന കാലത്ത് രവിചന്ദ്രൻ്റെ സിനിമകൾ ഹിറ്റായി മാറി. നാടകത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ എത്തിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം കാതലിക്ക നേരമില്ല. സൂപ്പർ ഹിറ്റായിരുന്നു ആ ചിത്രം. ഒന്ന് പറയട്ടെ, രവിചന്ദ്രന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല നർത്തകനായിരുന്നു. ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ട് ചെയ്യാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ചാൻസുകൾ തമിഴ് സിനിമയിൽ കിട്ടി. MGRും ശിവാജി ഗണേശനും ഉപേക്ഷിക്കുന്ന ചിത്രങ്ങൾ നേരെ തേടി വന്നത് രവിചന്ദ്രനെയാണ്. കാതലിക്ക നേരമില്ലയ്ക്ക് ശേഷം ഇതേ കമലം, മോട്ടോർ സുന്ദരം പിള്ളൈ, കുമരിപ്പൺ എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത് കരുണാനിധിയാണെന്ന് ഓർക്കണം. കുമരിപ്പൺ, എങ്കപ്പാപ്പ, നാം മൂവർ, കാവ്യത്തലൈവി, പുതുമനിതൻ, അവൾക്ക് 1000 കണ്ണുകൾ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ രവിചന്ദ്രൻ അഭിനയിച്ചു. ഊമൈ വീഴ്കൾ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ തകർത്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രവിചന്ദ്രൻ ഒരിക്കലും തൻ്റെ ആരോഗ്യം നോക്കിയിരുന്നില്ല. അമിതമായ മദ്യപാനവും പുകവലിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ 71 വയസ്സിൽ വിട പറയാനായിരുന്നു അദ്ദേഹത്തിന് വിധി. 2011 ജൂലൈ 25-നാണ് രവിചന്ദ്രൻ അന്തരിച്ചത്. രവിചന്ദ്രൻ അന്തരിക്കുന്നതിന് മുമ്പ് തന്നെ ഷീലയുമായുള്ള വിവാഹമോചനം നേടിയതുകൊണ്ട് ഷീലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തിലൊന്നും അവകാശമില്ലായിരുന്നു. ആദ്യ ഭാര്യ വിമലയ്ക്കും മക്കൾക്കുമായിരുന്നു അവകാശം. എന്തായാലും ഷീലയുടെ പ്രേം നസീറിനോടുള്ള പകയാണ് രവിചന്ദ്രനെ മലയാളത്തിൽ എത്തിച്ചത്. പ്രേം നസീറിനെ രവിചന്ദ്രൻ ഔട്ടാക്കുമെന്നും രവിചന്ദ്രൻ മലയാളത്തിൽ സൂപ്രധാനമായി മാറുമെന്നും ഷീല മനക്കോട്ട കണ്ടു. പക്ഷേ അത് വെറും മനക്കോട്ടയായി മാറി. ഒന്നുമായില്ല രവിചന്ദ്രൻ. ഒന്നുമാകാതെ ഒതുങ്ങിപ്പോയി മലയാള സിനിമയിൽ രവിചന്ദ്രൻ. പക്ഷേ തമിഴ് സിനിമയിൽ അദ്ദേഹം കലൈഞ്ചർ തിലകവും പുരട്ചി കലൈഞ്ചറും ഒക്കെയാണ്. ഒരു കാലത്ത് തമിഴ് തലമുറ ഇന്നും അത്ഭുതത്തോടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നു. ഊമൈ വീഴ്കൾ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷമൊക്കെ തകർപ്പൻ പെർഫോമൻസിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. MGRും ശിവാജി ഗണേശനും ജമിനി ഗണേശനും ജെയിംസ് ബോണ്ട് ജയശങ്കറും ഒക്കെ താങ്ങി നിന്ന തമിഴ് സിനിമയിൽ തൻ്റേതായ ഒരു സിംഹാസനം കരസ്ഥമാക്കി തൻ്റേടിയായ രവിചന്ദ്രൻ.